മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്, ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്ന് ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ നാളത്തെ വിശുദ്ധ ബലിക്കുള്ള യാഗപുഷ്പമായി സമർപ്പിക്കുകയാണ്. പല വിധത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുകയാണ്. ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം എല്ലാ കുടുംബങ്ങളിലും പ്രകാശം പരത്തട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്നു. 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. മകളെ, പല തരത്തിലുള്ള ക്ലേശങ്ങളും ഭാരങ്ങളും ചുമന്ന് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതഭാരം, ഹൃദയഭാരം, മാനസികമായ ഭാരം, ജോലിയുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. കുടുംബഭാരം, മക്കളെ വളർത്തുന്നതിനുള്ള ഭാരം, ദാമ്പത്തിക ഭാരം എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കൈകളിൽ ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ ദൈവമുണ്ട് എങ്കിൽ ജീവിതം വിജയകരമായി മാറും. വലിയ പ്രതിഫലം കിട്ടിയാലും ചെറിയ മൂല്യങ്ങൾ പോലും വിൽക്കാത്തവരാണ് കർത്താവിൽ ഭാരം ഏൽപ്പിക്കുന്നത്. ദൈവത്തെയും ദൈവിക മൂല്യങ്ങളെയും സ്വന്തം മനസാക്ഷിയെ മറന്ന് ഒന്നും തന്നെ ചെയ്യാത്തവരാണ് ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുന്നവർ. ഭാരങ്ങൾ ആന്തരികമായ ജ്ഞാനം നേടിയവർക്ക് മാത്രമേ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാൻ സാധിക്കുക. ഒരു വീടില്ലാത്തതിൻ്റെ ഭാരം, സ്നേഹം കിട്ടാത്തതിൻ്റെ ഭാരം, മാനസിക രോഗികളായതിൻ്റെ ക്ലേശങ്ങൾ, കടബാധ്യതയുള്ള ക്ലേശങ്ങൾ, പഠനത്തിൻ്റെ ക്ലേശങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത വേദനകൾ, എല്ലാ വഴികളും അടഞ്ഞുപോയല്ലോ എന്നുള്ള സങ്കടങ്ങൾ. നിന്റെ ഈ ഭാരം മുഴുവൻ കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത സർവ്വ മക്കളോടും അവർ ഷെയർ ചെയ്യുന്ന മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.